യേതുവേട്ടൻ്റെ പിറന്നാളാണ്. ഇന്ന് എൻ്റെയാണ് പിറന്നാൾ. ടാറ്റാ ടാറ്റാ. Good morning guys, welcome back to my YouTube channel Arya Thamarapalli's vlog. ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ കുറച്ച് ദിവസമായി വ്ളോഗൊക്കെ ചെയ്തിട്ട് ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല. കാരണം അധികം സൗണ്ടിൽ സംസാരിക്കാൻ പറ്റില്ല. ഇത് വെളുപ്പാങ്കാലമാണ്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോവാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് യേതുവേട്ടൻ്റെ പിറന്നാളാണ്. എൻ്റെ ഹസ്ബൻഡാണ് യേതുവേട്ടൻ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്, ഒരു പിറന്നാൾ വ്ളോഗാണ് ഞാനിന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനെന്താ ഇപ്പോൾ സമയം ഏകദേശം 5 മണി. ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി റെഡിയായിട്ട് അമ്പലത്തിൽ പോകണം. അപ്പോൾ അമ്പലത്തിലേക്ക് എൻ്റെ അമ്മയും അച്ഛനൊക്കെ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയുണ്ട് അമ്പലത്തിലേക്ക്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. ആദ്യം റെഡി ആവട്ടെ. ഓക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യേതുവേട്ടൻ്റെ പിറന്നാളാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. നാളെ എൻ്റെ പിറന്നാളാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പം ഇന്നും നാളെയും കൂടിയിട്ടുള്ളൊരു വ്ളോഗ് മിക്സ് ചെയ്ത് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പിറന്നാൾ മിഥുന മാസത്തിൽ തിരുവോണ വിട്ടാണ്. ഇന്ന് യേതുവേട്ടൻ്റെ, നാളെ എൻ്റെ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് കാണിക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അമ്പലത്തിൽ പോകാൻ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ റെഡിയായി. നമുക്ക് ഇനി അമ്പലത്തിൽ പോവാം കേട്ടോ. അപ്പോൾ അമ്മയുണ്ട് കൂടെ. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ. സോ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കിടക്കാൻ പോവാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ അത് വെളിച്ചാവണേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇരുട്ടൊന്നും മാറിയിട്ടില്ല. സമയം ഏകദേശം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇരുട്ടൊക്കെ മാറി തുടങ്ങണേ ഉള്ളൂ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ അമ്പലപ്പുഴ തൊഴുതു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ അടുത്തുള്ള അമ്പലമാണ് മൂടാമ്പാടി. അപ്പോൾ അവിടേക്ക് വന്നേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ അടുത്തുള്ള ദേവിയുടെ അമ്പലമാണ്, മൂടാമ്പാടി അമ്പലമാണ് കേട്ടോ. അപ്പം അമ്പലപ്പുഴയിൽ ഉള്ള അമ്പലം തന്നെയാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അങ്ങോട്ട് വന്നേക്കുവാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ അമ്പലം. ഓക്കെ ഗായ്സ്, നമ്മളപ്പോൾ തിരിച്ചെത്തിയിട്ടോ. ഭയങ്കര മഴയാണ്. മഴ ഫുൾ നനഞ്ഞു ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറട്ടെ. നമുക്കിനി രാവിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഞാൻ വീടെത്തി. ഓക്കെ. അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇഡ്ഡലിയാണ് കേട്ടോ രാവിലെ. അപ്പോൾ യേതുവേട്ടനും കൊണ്ടു കൊടുക്കണം. അത് അമ്മ കൊണ്ടു കൊടുത്തോളും. അപ്പം ഞാൻ വേഗം ഇഡ്ഡലി, സാമ്പാർ, പിന്നെ ചട്നി അതൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഡ്ഡലി ഇനി ഇത് ആവിയിൽ വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പച്ചക്കറി സെക്ഷനിലേക്ക് കിടന്നേക്കുകയാണ്. അപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള സാധനങ്ങളൊക്കെ അരിയണം നമുക്ക്. അപ്പോൾ അതാണ് കേട്ടോ അടുത്തത്. അപ്പോൾ നമ്മളിത് ഓരോന്ന് മെഴുക്കുവരട്ടിക്കും അവിയലിനും അങ്ങനെ സാധനങ്ങളൊക്കെ ഇതാ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കണം ഗൈസ്. അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഉച്ചക്കലത്തേക്കുള്ള അവിയലിനുള്ള കഷ്ണമായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ പറയുക, ഇഡലി, ഇത് ഇഡലി, രാവിലത്തെ ഇഡലിയാണേ. അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ.
പിന്നെന്താ അത് അവിയലായിട്ടുണ്ട് കേട്ടോ. അവിയൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ ഞാൻ മുൻപ് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റെസിപ്പീസൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഉണ്ടാക്കിയത് മാത്രം കാണിച്ചു തരികയാണ്. ഇത് വൻപയറാണ് കേട്ടോ. വൻപയർ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഓലൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പുളിശ്ശേരിക്കുള്ള അരപ്പാണ് കേട്ടോ. അപ്പോൾ അതാ പിന്നെ മെഴുക്കുവരട്ടിക്കുള്ളത് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അത് വേവിച്ച് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ അതാ പുളിശ്ശേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നാട്ട് മാമ്പഴം കൊണ്ടുള്ള പുളിശ്ശേരിയാണ്. നല്ല അടിപൊളി പുളിശ്ശേരി ആയിരുന്നു കേട്ടോ. പുളിശ്ശേരിക്ക് നല്ല റിവ്യൂ ആയിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ല സൂപ്പർ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ബീട്രൂട്ട് കൊണ്ടുള്ള കിച്ചടി, അപ്പോൾ കിച്ചടി ബീട്രൂട്ട് കൊണ്ടാണ്, അപ്പോൾ അതും വയ്ക്കുകയാണ്. പിന്നെ അത് മെഴുക്കുരട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിൽ, അപ്പോൾ അതും ആയിക്കൊണ്ടിരിക്കണു. അങ്ങനെ നമ്മുടെ ഓലനായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചാൽ മതി, അപ്പോൾ ഓലനായിട്ടുണ്ട്. ഇത് നമ്മൾ പായസത്തിനുള്ള ശർക്കര അമ്മ എടുത്ത് തരികയാണ്. അപ്പോൾ അമ്മയ്ക്ക് റെസ്റ്റാണ് കേട്ടോ, അമ്മയുടെ കയ്യിന് വയ്യ. അപ്പോൾ അതുകൊണ്ട് കുക്കും കാര്യങ്ങളും ഫുള്ളൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അമ്മ ശർക്കര ഇന്ന അളവ് വേണം എന്നിട്ട് അമ്മ അളവൊക്കെ അളന്നെടുക്കുകയാണ് ശർക്കര. അപ്പോൾ നമുക്ക് ശർക്കര ഉരുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ശർക്കരയൊക്കെ ഉരുക്കി നമ്മൾ നമ്മുടെ കടലപ്രഥമൻ പായസമാണ് കേട്ടോ വയ്ക്കാൻ. അപ്പോൾ അതൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ശർക്കരയും കടലപ്രഥമനുമായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണ്, ആ ഒരു യോജിപ്പ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മയ്ക്ക് റെസ്റ്റാണ്. ഇതാ നമ്മുടെ കൈയൊക്കെ ഇതാ ഷോൾഡർ പെയിനായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചേക്കുവാണ്, അമ്മയ്ക്ക് റെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കടലപ്രഥമൻ ഇങ്ങനെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം അടിയിൽ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ഇളക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ അത് അടി പിടിക്കും. അപ്പോൾ ഒരു കരി ടേസ്റ്റ്, കരിസ്വാദ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരുന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇനി നാളികേരപ്പാൽ ചേർക്കണം, മൂന്നാം പാൽ ചേർത്ത് ഇളക്കണം, പിന്നെ രണ്ടാം പാൽ ചേർക്കണം. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഒന്നാം പാൽ ചേർക്കുക. അപ്പോൾ അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ സദ്യ ഇത് ഗണപതിക്ക് വിളമ്പിയിട്ടാണ് നമ്മൾ സദ്യ എല്ലാവർക്കും വിളമ്പുള്ളൂ. അപ്പോൾ ഇത് ഗണപതിക്ക് വെച്ച സദ്യയാണ് കേട്ടോ. നമ്മുടെ അതൊരു ആചാരമാണ്, ആദ്യം ഗണപതിക്ക് വിളമ്പണം, ഗണപതിക്കാണ് അങ്ങനെ ഒരു ആചാരമുണ്ട്. അപ്പോൾ ഇതാ ഗണപതിക്കൊക്കെ വിളമ്പിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതാ എല്ലാവർക്കും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും യദുവേട്ടനും താഴെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ അച്ഛന് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. യദുവേട്ടൻ ആദ്യമേ വിളമ്പിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ പിറന്നാളുകാരനാണ് ആയിരിക്കണത്, യദുവേട്ടനെയാണ് കേട്ടോ ഇന്ന് പിറന്നാൾ. അപ്പോൾ നമുക്കിന്ന് ഗസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ഇലയൊക്കെ ഇട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ പിറന്നാൾ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്നലെ എനിക്ക് ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഇവിടെ അമ്മയ്ക്ക് റെസ്റ്റാണ്. അപ്പോൾ ഞാനാണ് എല്ലാ ജോലിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്നലെ ഫുള്ളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും കുറച്ച് ഷൂട്ട് ചെയ്തതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ ആണ് പിറന്നാൾ. അപ്പോൾ ഇന്ന് അധികം വലിയ ആഘോഷമൊന്നുമില്ല. പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇന്ന് പോകും. അപ്പോൾ ഇത് രാവിലെ ആയി. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി അമ്പലത്തിൽ പോവാണ്. അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം ഇന്ന് ജോലികളൊക്കെ നോക്കാൻ, അടുക്കളയിൽ കയറണം. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോവാം കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല മഴ ദിവസമാണ് കേട്ടോ. നല്ല മഴയുണ്ട് അമ്പലത്തിൽ. ഞങ്ങളൊക്കെ നനഞ്ഞിട്ട് തന്നെയാണ് ഞാനും അമ്മയൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ആ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട് പിറന്നാളായിട്ട്. ഏതോടം പ്രസാദവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, വഴിപാടൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പ്രസാദമൊക്കെ തൊട്ടു. നമ്മളിതാ ഗുരുവായൂർ നടയിൽ അവിടെയായിരുന്നു. അപ്പോൾ ഇതാ മഴ ഒന്ന് തോർന്ന് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ അതാ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേഗം ഇനി ഇല്ലത്തെത്തണം, ജോലികളുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മഴയൊക്കെ ഒരുവിധം ഇപ്പോഴും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ പ്രസാദമൊക്കെ കിട്ടിയതിന് ശേഷം ഞാനും അമ്മയും കൂടി പോവുകയാണ് കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ എന്താ പായസം ഉണ്ടാക്കുകയാണ്. പാലട പായസമാണ് ഉണ്ടാക്കണത് കേട്ടോ. ഇന്നലെ കടലപ്രഥമനായിരുന്നു, അപ്പോൾ ഇന്ന് പാലടപ്രഥമനാണ്, പാലട പായസം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സദ്യ ഉണ്ടാക്കണതൊന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ പായസം എന്ന് പറയുന്നത് പാലട പ്രഥമനാണ്. അപ്പോൾ ഇന്ന് പാലട പായസമാണ് കേട്ടോ. അപ്പോൾ ഇതേ പായസം തിളയ്ക്കാറായിട്ടുണ്ട് കേട്ടോ. പാല് അങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മളതിലോട്ട് പാലടയുടെ ആ സംഭവം മിക്സ് ഇടുന്നതായിരിക്കും. അപ്പോൾ അതാ തിളയ്ക്കാറായിട്ടുണ്ട്.
അപ്പോൾ പായസം ജസ്റ്റ് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ വേണം നമ്മൾ പാലട മിക്സ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇതിൽ പഞ്ചസാരയും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യണ്ട. ഏറ്റവും ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ നെയ്യിൽ വറുത്തിട്ട ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 2 പാലട മിക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള പാലൊക്കെ എടുത്തിട്ട് നമ്മളിനി കൈവിടാതെ മറ്റേ കടലപ്രഥമൻ ഇളക്കിയ പോലെ തന്നെ ഇളക്കണം, കൈവിടരുത്. കാരണം പാലാണെങ്കിലും ചിലപ്പോൾ അടിയിൽ പിടിക്കും. അപ്പോൾ നമുക്ക് കരിസ്വാദ് വരും കേട്ടോ, നല്ലപോലെ കരിയുടെ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് നമ്മൾ കൈവിടാതെ തന്നെ ഇതിലും ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ അട ഇട്ടതിന് ശേഷം എന്താ പാലൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തീ ഒന്ന് സിമ്മാക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്നത് അടി പിടിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ അട പെട്ടെന്ന് വേവില്ല. എപ്പോഴും സ്ലോ കുക്കാണ് നല്ലത്. അപ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മമാർ 2 പേരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ പാലട പ്രഥമൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ഇതിലാണ് എല്ലാം ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ പാലട പ്രഥമനായിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ വറുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല കാരമൽ കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പാലട പായസം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പാലട പായസം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല, ഭാഗ്യവശാൽ 2 പായസം അടിപൊളിയായിരുന്നു. കടലപ്രഥമനും സൂപ്പറായിരുന്നു, പാലട പ്രഥമനും സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൂടി അപ്പുറത്ത് തറവാട്ടിലോട്ട് പോവുകയാണ്, അവർക്ക് പായസമൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്കിലാണ് തറവാട്. അപ്പോൾ തറവാട്ടിൽ അവരൊക്കെ ഉണ്ട്, കസിൻസും വല്യമ്മ പിന്നെ അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അതാ അച്ഛനും അമ്മയും പോവുകയാണ് ഗൈസ്. അവർ 3:20 ട്രെയിനിന് പോവുകയാണ്. അപ്പോൾ അത് ആലപ്പുഴയിൽ നിന്നാണ് ട്രെയിൻ. അപ്പോൾ ഇതുമായിട്ട് ഉച്ചയ്ക്ക് വന്നായിരുന്നു. അപ്പോൾ ഇതുമായിട്ടും കൊണ്ടുവിടുകയാണ്. അപ്പോൾ ഞാനും ഉണ്ട്, ഞങ്ങളെല്ലാവരും കൂടി, ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ അത് അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അമ്മയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞു, അവരൊക്കെ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അവർ പോണേൽ. പക്ഷേ സാരമില്ല, ഞങ്ങൾ അടുത്ത മാസം ഒരു ട്രിപ്പൊക്കെ പോകുന്നുണ്ട്. അത് സർപ്രൈസാണ് കേട്ടോ. ഒരു ലോങ് ട്രിപ്പ് പോകുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ കാണും. അതുകൊണ്ട് ഇപ്പം അത്ര വലിയ വിഷമില്ല. അപ്പോൾ അത് അച്ഛനും അമ്മയും ട്രെയിനൊക്കെ കയറുകയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര വിഷമായി. അപ്പോൾ ഞാനും അവരുടെ കൂടെ കയറി. ആരും ഇല്ല കേട്ടോ ട്രെയിനിൽ. അപ്പോൾ ഞാനും ട്രെയിൻ വിടുമ്പോൾ ഇറങ്ങാമെന്ന് വെച്ചു, അങ്ങനെ അവരുടെ കൂടെ കയറി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടു എൻജോയ് ചെയ്തെന്ന് വിചാരിക്കണു. ബൈ.